നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. അധ്യാത്മ രാമായണം കിളിപ്പാട്ട്, ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് ഇവയുടെ ഉപജ്ഞാതാവ് ആരാണെന്ന് അറിയാമോ? അധ്യാത്മ രാമായണം കിളിപ്പാട്ടിൻ്റെയും ശ്രീ മഹാഭാരതം കിളിപ്പാട്ടിൻ്റെയും ഉപജ്ഞാതാവ് ആരാണ്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. മലയാള ഭാഷയുടെ പിതാവ് ആരാണ്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. മലയാള ഭാഷയുടെ പിതാവ് ആൻസർ എന്താണ്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. അതുപോലെ തന്നെ ഹരിനാമകീർത്തനം രചിച്ചത് ആര്? ഹരിനാമകീർത്തനം രചിച്ചത് ആരാണ്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. ഹരിനാമകീർത്തനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. തുഞ്ചൻ സ്മാരകം എവിടെയാണ്? തുഞ്ചൻ സ്മാരകം എവിടെ സ്ഥിതി ചെയ്യുന്നു? എവിടെയാണ് തുഞ്ചൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്? തിരൂര്. ജില്ല ഏതാണ്? മലപ്പുറമാണ്. ജില്ല ഏതാണ്? മലപ്പുറമാണ്. അതുപോലെ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവും ആര് തന്നെയാണ്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആര്? തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? കുഞ്ചൻ നമ്പ്യാരാണ്. കുഞ്ചൻ നമ്പ്യാരാണ്. കുഞ്ചൻ നമ്പ്യാരുടെ ജന്മദേശം എവിടെയാണ്? പാലക്കാട്ടുള്ള കിള്ളിക്കുറിശിമംഗലം. കിള്ളിക്കുറിശിമംഗലം. അതുപോലെ തന്നെ കുഞ്ചൻ സ്മാരകം എവിടെയാണ്? കുഞ്ചൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് അമ്പലപ്പുഴ. ജില്ല ആലപ്പുഴയാണ്. അമ്പലപ്പുഴയിലാണ്. ജില്ല ഏതാണ്? ആലപ്പുഴയാണ്. കുഞ്ചൻ നമ്പ്യാർ സ്മാരകം എവിടെയാണ്? കുഞ്ചൻ നമ്പ്യാർ സ്മാരകം എവിടെ സ്ഥിതി ചെയ്യുന്നു? എവിടെയാണ്? കുഞ്ചൻ നമ്പ്യാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കുഞ്ചൻ നമ്പ്യാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ലക്കിടി പേരൂര്. അതെവിടെയാണ്? പാലക്കാട്. ലക്കിടി പേരൂർ പാലക്കാടാണ്. അതുപോലെ തന്നെ നളചരിതം ആട്ടക്കഥയുടെ ഉപജ്ഞാതാവ് ആര്? നളചരിതം ആട്ടക്കഥയുടെ ഉപജ്ഞാതാവാണ് ഉണ്ണായി വാര്യർ. ഉണ്ണായി വാര്യർ. നളചരിതം 4 ദിവസം കൊണ്ടാണ് ആടിത്തീർക്കുന്നത്. നളചരിതം 4 ദിവസം കൊണ്ട് ആടിത്തീർക്കുന്നു. ഉണ്ണായി വാര്യർ സ്മാരകം എവിടെയാണ്? ഉണ്ണായി വാര്യർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഇരിങ്ങാലക്കുട തൃശ്ശൂർ. എവിടെയാണ്? ഇരിങ്ങാലക്കുട തൃശ്ശൂർ. അതുപോലെ തന്നെ ഇരിങ്ങാലക്കുട എവിടെയാണ്? തൃശ്ശൂരാണ്. ഇരിങ്ങാലക്കുട തൃശ്ശൂർ. അതുപോലെ കഥകളിയുടെ പ്രാചീന രൂപമാണ് രാമനാട്ടം. കഥകളിയുടെ പ്രാചീന രൂപം രാമനാട്ടം. രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് ആര്? രാമനാട്ടത്തിന്റെയും ആട്ടക്കഥയുടെയും ഒക്കെ ഉപജ്ഞാതാവ് ആരാണ്? കൊട്ടാരക്കര തമ്പുരാനാണ്. ആരാണ്? കൊട്ടാരക്കര തമ്പുരാനാണ്. കൊട്ടാരക്കര തമ്പുരാൻ. കഥകളിയുടെ ജന്മദേശം എന്നറിയപ്പെടുന്നതും എവിടെയാണ്? കഥകളിയുടെ ജന്മദേശം എവിടെയാണ്? കൊട്ടാരക്കരയാണ്. കഥകളിയുടെ ജന്മദേശം ആൻസർ കൊട്ടാരക്കര. അതുപോലെ തന്നെ കൃഷ്ണനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് ആര്? കൃഷ്ണനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? കൃഷ്ണനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് കോഴിക്കോട് മാനവേദൻ നമ്പൂതിരിയാണ്. കോഴിക്കോട് മാനവേദൻ നമ്പൂതിരിയാണ്. കൃഷ്ണനാട്ടം നടക്കുന്ന ക്ഷേത്രം എവിടെയാണ്? ഗുരുവായൂരാണ്. എവിടെയാണ്? ഗുരുവായൂരിലാണ്. അതുപോലെ തന്നെ ഐതിഹ്യമാല എഴുതിയത് ആര്? ഐതിഹ്യമാല എഴുതിയത് ആരാണ്? കൊട്ടാരത്തിൽ ശങ്കുണ്ണിയാണ്. ഐതിഹ്യമാല എഴുതിയത് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയാണ്. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ രചനയാണെന്ത്? ഐതിഹ്യമാല. അതുപോലെ തന്നെ നാട്യശാസ്ത്രം രചിച്ചത് ആര്? നാട്യശാസ്ത്രം രചിച്ചത് ആരാണ്? നാട്യശാസ്ത്രം രചിച്ചത് ഭരതമുനിയാണ്. നാട്യശാസ്ത്രം രചിച്ചു ഭരതമുനിയാണ്. അതുപോലെ തന്നെ അർത്ഥശാസ്ത്രം രചിച്ചത് ആര്? അർത്ഥശാസ്ത്രം രചിച്ചത് ആരാണ്? കൗടില്യൻ അല്ലെങ്കിൽ ചാണക്യൻ. കൗടില്യൻ അല്ലെങ്കിൽ ചാണക്യൻ. കേട്ടോ, ഓർത്ത് വെച്ചോളുക. കൗടില്യൻ അല്ലെങ്കിൽ ചാണക്യൻ. കൗടില്യനെന്നും ചാണക്യനെന്നും അറിയപ്പെട്ടിരുന്നത് ആരാണ്? വിഷ്ണുഗുപ്തനാണ്. ആരാണ്? വിഷ്ണുഗുപ്തനാണ്. പഞ്ചതന്ത്രം കഥകൾ രചിച്ചത് ആര്? പഞ്ചതന്ത്രം കഥകൾ രചിച്ചത് ആരാണ്? വിഷ്ണു ശർമ്മൻ. പഞ്ചതന്ത്രം കഥകൾ രചിച്ചു വിഷ്ണു ശർമ്മൻ. അതുപോലെ തന്നെ
അതുപോലെ ജ്ഞാനപ്പാന എഴുതിയത് ആരാണ്? ജ്ഞാനപ്പാന എഴുതിയത് ആരാണ്? പൂന്താനം നമ്പൂതിരിയാണ്. പൂന്താനം നമ്പൂതിരിയാണ്. അതുപോലെ പൂന്താനം നമ്പൂതിരി ഒരു പേരിലറിയപ്പെടുന്നുണ്ട്, കേരള സൂർദാസ് എന്ന് അറിയപ്പെടുന്നു. കേരള സൂർദാസ് എന്നറിയപ്പെടുന്നത് പൂന്താനം നമ്പൂതിരിയാണ്. അതുപോലെ പൂന്താനം ഇല്ലം എവിടെയാണ്? പൂന്താനം ഇല്ലം എവിടെയാണ്? പെരിന്തൽമണ്ണ, മലപ്പുറം. പെരിന്തൽമണ്ണയിലാണ് പൂന്താനം ഇല്ലം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ശ്രീകൃഷ്ണ കർണാമൃതം എഴുതിയത് ആര്? ശ്രീകൃഷ്ണ കർണാമൃതം എഴുതിയത് ആരാണ്? ശ്രീകൃഷ്ണ കർണാമൃതം എഴുതിയത് ആരാണ്? വില്ലുമംഗലം സ്വാമിയാർ. വില്ലുമംഗലം സ്വാമിയാരാണ്. അതുപോലെ അദ്വൈത സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ശങ്കരാചാര്യരാണ്. അദ്വൈത സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ശങ്കരാചാര്യരാണ്. അതുപോലെ ശ്രീശങ്കര സ്തൂപം എവിടെ സ്ഥിതി ചെയ്യുന്നു? എവിടെയാണെന്ന് അറിയാമോ? ശ്രീശങ്കര സ്തൂപം സ്ഥിതി ചെയ്യുന്നത് കാലടിയിലാണ്. കാലടി, എറണാകുളം. അതുപോലെ ശങ്കരാചാര്യരുടെ സമാധി പ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേദാർനാഥിലാണ്. എവിടെയാണ്? കേദാർനാഥിലാണ്. ശങ്കരാചാര്യരെ കുറിച്ചൊക്കെയുള്ള വീഡിയോകൾ പലതവണ ഞാൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങോട്ടൊന്നും ഡീപ്പായിട്ട് കടക്കുന്നില്ല. അതുപോലെ തന്നെ കൃഷ്ണഗാഥ എഴുതിയത് ആര്? കൃഷ്ണഗാഥ എഴുതിയത് ആരാണ്? ചെറുശ്ശേരിയാണ്. ആരാണ്? ചെറുശ്ശേരിയാണ്. കൃഷ്ണഗാഥ എഴുതിയത് ചെറുശ്ശേരിയാണ്. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് രചിച്ചത് ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് എഴുതിയത് ശ്രീനാരായണ ഗുരുവാണ്. ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. അതുപോലെ കുചേലവൃത്തം വഞ്ചിപ്പാട്ടിന്റെ രചയിതാവ് ആരാണ്? കുചേലവൃത്തം വഞ്ചിപ്പാട്ടിന്റെ രചയിതാവ് ആരാണ്? രാമപുരത്ത് വാര്യർ. ആരാണ്? രാമപുരത്ത് വാര്യരാണ്. അതുപോലെ ഭക്തമഞ്ജരി എഴുതിയത് ആര്? ഭക്തമഞ്ജരി എഴുതിയത് ആരാണ്? സ്വാതി തിരുനാൾ. ഭക്തമഞ്ജരി എഴുതിയത് ആരാണ്? സ്വാതി തിരുനാളാണ്. അതുപോലെ കമ്പരാമായണം എഴുതിയത് ആര്? കമ്പരാമായണം എഴുതിയത് ആരാണ്? കമ്പറാണ്. ആരാണ്? കമ്പറാണ്. അതുപോലെ തന്നെ കമ്പറാണ് കമ്പരാമായണം എഴുതിയത്. അതുപോലെ അധ്യാത്മരാമായണം എഴുതിയതാരാണ്? അധ്യാത്മരാമായണം എഴുതിയത് ആരെന്ന് ചോദിച്ചാൽ വാൽമീകി മഹർഷിയാണ്. ആരാണ്? വാൽമീകി മഹർഷിയാണ്. അതുപോലെ ശ്രീ മഹാഭാരതം എഴുതിയത് ആരാണ്? ശ്രീ മഹാഭാരതം എഴുതിയതാരാണ്? വേദവ്യാസ മഹർഷിയാണ്. ആരാണ്? വേദവ്യാസ മഹർഷിയാണ്. അതുപോലെ ശ്രീ മഹാഭാഗവതം എഴുതിയതാരാണ്? ശ്രീ മഹാഭാഗവതം എഴുതിയതാരാണ്? അതുപോലെ തന്നെയാണ് വേദവ്യാസനാണ്. ആരാണ്? വേദവ്യാസനാണ്. അതുപോലെ ഭഗവത്ഗീത എഴുതിയതാരാണ്? ഭഗവത്ഗീത എഴുതുമാര് തന്നെയാണ് വേദവ്യാസനാണ്. ആരാണ്? വേദവ്യാസനാണ്. അതുപോലെ ശ്രീ മഹാഭാഗവതം അവസാനിക്കുന്നത് ഒരു ശ്ലോകത്തോടു കൂടി. ഏതാണെന്ന് അറിയാമോ? ശ്രീ മഹാഭാഗവതം അവസാനിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? അവസാനിക്കുന്നത് ഈ ശ്ലോകത്തോടു കൂടിയാണ്. നാമസങ്കീർത്തനം യസ്യ സർവ ദുഃഖ വിനാശനം എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീ മഹാഭാഗവതം അവസാനിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ നാരായണീയം എഴുതിയതാരാണ്? നാരായണീയം എഴുതിയതാരാണ്? നാരായണീയം എഴുതിയത് മേൽപ്പത്തൂർ ഭട്ടതിരിയാണ്. ആരാണ്? മേൽപ്പത്തൂർ ഭട്ടതിരിയാണ്. നാരായണീയത്തിന്റെ രചയിതാവ് മേൽപ്പത്തൂർ ഭട്ടതിരി. മേൽപ്പത്തൂർ സ്മാരകം എവിടെയാണ്? മേൽപ്പത്തൂർ സ്മാരകം സ്ഥിതി എവിടെയാണ്? മേൽപ്പത്തൂർ ചന്ദനക്കാവ്, മലപ്പുറം. എവിടെയാണ്? ചന്ദനക്കാവ്, മലപ്പുറം. മേൽപ്പത്തൂർ സ്മാരകം സ്ഥിതി ചെയ്യുന്നു ചന്ദനക്കാവ്, മലപ്പുറം. അതുപോലെ കേരള തുളസീദാസ് എന്നറിയപ്പെടുന്ന ആരാണ്? വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ് കേട്ടോ. അതുപോലെ തന്നെ തുളസീദാസ രാമായണം എഴുതിയതാരാണ്? വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ്. രാമചരിതമാനസം രചിച്ചതാരാണ്? രാമചരിതമാനസം രചിച്ചതാരാണ്? തുളസീദാസാണ്. ആരാണ്? തുളസീദാസാണ്. രാമചരിതമാനസം രചിച്ചത് തുളസീദാസ്. അതുപോലെ തന്നെ ഗീതഗോവിന്ദം രചിച്ചത് ആര്? ഗീതഗോവിന്ദം രചിച്ചതാരാണ്? ജയദേവനാണ്. ആരാണ്? ജയദേവനാണ് ഗീതഗോവിന്ദം രചിച്ചത്. ജയദേവന്റെ ഗീതഗോവിന്ദത്തെ അടിസ്ഥാനമാക്കിയാണ് ക്ഷേത്രങ്ങളിൽ സോപാന സംഗീതം നടത്തുന്നത് കേട്ടോ. സോപാന സംഗീതം ജയദേവന്റെ ഏത് കൃതിയെ അടിസ്ഥാനമാക്കിയാണെന്ന് ചോദിച്ചാൽ ഗീതഗോവിന്ദം. ഏതാണ്? ഗീതഗോവിന്ദം. അതുപോലെ സോപാന സംഗീതത്തിന് ഉപയോഗിക്കുന്ന വാദ്യോപകരണം ഏതാണ്? ഇടയ്ക്കയാണ്. സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണം ആൻസർ എന്താണ്? ഇടയ്ക്ക. അതുപോലെ തമിഴ് ബൈബിൾ ഏതാണ്? തിരുക്കുറലാണ്. തമിഴ് ബൈബിൾ തിരുക്കുറലാണ്. തിരുക്കുറൽ എഴുതിയത് തിരുവള്ളുവരാണ്. ആരാണ്? തിരുവള്ളുവരാണ്.
അതുപോലെ തമിഴ് ഇലിയഡ് എന്നറിയപ്പെടുന്നതിനെയാണ് ചിലപ്പതികാരമാണ്. ചിലപ്പതികാരം രചിച്ചതാരാണ്? ഇളങ്കോ അടികളാണ്. കണ്ണകിയുടെ കഥ പറയുന്ന ഗ്രന്ഥം ഏതാണ്? ചിലപ്പതികാരമാണ്. അതുപോലെ കണ്ണകിയുടെ പ്രതിമ എവിടെ സ്ഥിതി ചെയ്യുന്നു? എവിടെയാണെന്ന് അറിയുമോ? കണ്ണകിയുടെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മറീന ബീച്ച്. അതെവിടെയാണ്? ചെന്നൈയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഈ ക്വസ്റ്റ്യൻസ് എന്താണ്? പരീക്ഷകളൊക്കെ എഴുതുമ്പോൾ യൂസ്ഫുൾ ആയ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ എന്ത് ചെയ്യുക? കാണുക.